ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ. രാജ്യം ഇന്ന് 80ാമത് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുകയാണ്. നിങ്ങൾ സുഖമായി ഉറങ്ങിക്കോളൂ, നിങ്ങൾക്ക് കാവലായി ഞങ്ങളുണ്ട് എന്നുള്ള ഒറ്റ വാക്കിലാണല്ലേ നമ്മുടെയൊക്കെ സമാധാനപൂർണ്ണമായിട്ടുള്ള ജീവിതം മുന്നോട്ട് പോകുന്നത്. വളരെ പ്രൗഡോടുകൂടി എല്ലാ ജവാന്മാരെയും നമ്മൾ ഓർത്തുകൊണ്ട് അവർക്കൊരു ബിഗ് സല്യൂട്ട് കൊടുത്തുകൊണ്ടാണ് ഇന്നത്തെ തത്സമയം ശാലിനിയുടെ വീഡിയോ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ 8 അഗ്നിപരീക്ഷ ആദ്യമായിട്ട് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. വളരെ സാധാരണക്കാരായ ആൾക്കാർക്ക് ബിഗ് ബോസിലേക്ക് എത്താനുള്ള വലിയൊരു എൻട്രി, അവരൊരു ലക്ക് ഫാക്ടർ, അവരുടെ ആ ഒരു പരീക്ഷണം, അവരുടെ സ്വപ്നം യാഥാർത്ഥ്യമാകുന്ന കാഴ്ചയാണ് കഴിഞ്ഞ ദിവസം അഗ്നിപരീക്ഷയിൽ കണ്ടത് കേട്ടോ. 3 ജഡ്ജസ് ആണുള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ സീസൺ 1 നിന്നും ദ ഫിയർലെസ് രഞ്ജിനി ഹരിദാസ് ആൻഡ് സീസൺ 5 നിന്നും റഫ് ആൻഡ് ടഫ് അഖിൽ മാരാർ. ആൻഡ് വളരെ പ്രൗഡോടുകൂടി പറയട്ടെ, ഞങ്ങളുടെ സീസൺ 4 നിന്നും ദ റിയൽ ഗെയിം ചേഞ്ചർ റിയാസ് സലീം. ഇങ്ങനെ 3 ജഡ്ജസ് ആയിരുന്നു അഗ്നിപരീക്ഷയിൽ വന്നിട്ടുണ്ടായിരുന്നത്. 100 പേരോളം റിട്ടേൺ ടെസ്റ്റ് എഴുതി. ഒരു 2 മണിക്കൂർ നേരമുള്ള ദൈർഘ്യമുള്ള ഒരു ടെസ്റ്റിന്റെ കാര്യം പറഞ്ഞല്ലോ. അതിൽ അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലങ്ങള്, ഫേവറേറ്റ് ഭക്ഷണം, ഇഷ്ടപ്പെട്ട സിനിമ, അങ്ങനെ അവരെ ഏറ്റവും സന്തോഷിപ്പിച്ച അനുഭവം, ഏറ്റവും ദുഃഖിപ്പിച്ച അനുഭവം, അങ്ങനെയൊക്കെയായിരുന്നു അവരുടെ ക്വസ്റ്റ്യൻസിന്റെ രീതികൾ. ഇവരോട് ചോദിച്ചിട്ടുള്ള ഈ ക്വസ്റ്റ്യൻസും ഇതേ ക്വസ്റ്റ്യൻസിന് ഇവർ ആൻസർ നൽകിയിട്ടുള്ള ആ കുറച്ച് ആൻസേഴ്സും ഉൾപ്പെടുന്ന ക്ലൂ കാർഡ്സ് ഉൾപ്പെടെ ഒരു ഗെയിമിൽ അവര് ഒരു ഗെയിം സെഷനിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അതായത് ഒരു മൺചിത്രത്താഴ് എന്നുള്ള ടാസ്ക് മുൻപത്തെ പല സീസണുകളിലും കൊടുത്ത പോലെ തന്നെ ഒരു പൂട്ടും താക്കോലും തുറക്കുന്ന ഒരു ടാസ്ക് ആയിരുന്നു ഉണ്ടായിരുന്നത്. ക്ലൂ കാർഡിൽ അവരുടെ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും, ആൻസേഴ്സ് ഉണ്ടായിരിക്കും. അങ്ങനെ ഈ കീ അവര് മുകളിൽ ചാടി പിടിച്ച് എത്തിപ്പിടിച്ച് അവർ ഈ പൂട്ട് തുറക്കുന്ന ഒരു ടാസ്ക് ആയിരുന്നു കണ്ടസ്റ്റൻസിന് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇതിൽ സമയം, അവരുടെ ഒരു അത്രയും കൃത്യത, ഇതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിരുന്നു. അതിനകത്തും വളരെ രസകരമായിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഒരു കണ്ടസ്റ്റന്റ് ഇതുപോലെ തന്നെ ആദ്യ ദിവസം നമ്മൾ ബിഗ് ബോസ് കാണുമ്പോൾ ഫസ്റ്റ് ഫൈറ്റ് കാണാൻ കാത്തിരിക്കില്ലേ, അതുപോലെ ചെറിയൊരു സംഭവം ഇന്നലത്തെ അഗ്നിപരീക്ഷയുടെ ലോഞ്ചിലും കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് പുള്ളിക്കാരി എടുത്ത കീ മറ്റൊരു കണ്ടസ്റ്റന്റിന്റെ കയ്യിലായിപ്പോയി. അത് പ്രത്യേകിച്ച് എടുത്തു പറയുന്ന ഒരു സംഭവം, അതിനുവേണ്ടി എന്റെ എൻട്രിയാണ് ഇത്, ഞാൻ കളയാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറയുന്ന സംഭവമൊക്കെ കാണാൻ കഴിഞ്ഞു. ഞാൻ എന്തായാലും അതിന്റെ രസകരമായിട്ടുള്ള ഒരു എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള കണ്ടന്റ് നിങ്ങളുടെ മുമ്പിൽ പറഞ്ഞിട്ട് അതിന്റെ രസം കളയുന്നില്ല. നിങ്ങൾ എന്നെ നേരിട്ട് കണ്ടോളൂ. വളരെ നല്ല രീതിയിൽ രസകരമായിട്ട്, പക്ഷെ കുറച്ച് ഈസിയർ ആയിട്ടാണ് കേട്ടോ കണ്ടസ്റ്റൻസിന് അവർ അഗ്നിപരീക്ഷയിലെ തുടക്കം തന്നെ കുറിച്ച് കൊടുത്തിട്ടുള്ളത്. അതായത് ആദ്യം തന്നെ അവരൊരു ടഫ് സെഷനിലേക്ക് കൊടുത്തിട്ടില്ല. 40 പേരിൽ നിന്ന് 20 പേരെ സെലക്ട് ചെയ്തു. അതുപോലെ തന്നെ 20 പേർക്കും സെഷൻ ബൈ സെഷൻ ആയിട്ട് ഗെയിംസും കൊടുത്തിട്ടുണ്ടായിരുന്നു. 3 ജഡ്ജസും ഈ മത്സരാർത്ഥികളിൽ നിന്ന് 3 ഗ്രൂപ്പുകൾ തിരഞ്ഞെടുത്തു. അതായത് അവർക്ക് ഇഷ്ടപ്പെട്ട റാൻഡം ആയിട്ടുള്ള കണ്ടസ്റ്റൻസിനെ അവർ ചൂസ് ചെയ്തു. അതിനുശേഷം ഈ 3 ഗ്രൂപ്പുകളും സെഷൻ ബൈ സെഷൻ ആയിട്ട് ഗെയിം കൊടുക്കാനുണ്ടായത്. അതിൽ രഞ്ജിനി ഹരിദാസ് ചൂസ് ചെയ്തത് ഗേൾസ് പവർ എന്ന് പറഞ്ഞിട്ട് മുഴുവൻ ഗേൾസിനെയാണ്. അഖിൽ മാരാരും അതുപോലെ തന്നെ റിയാസ് സലീമും അവരുടെ ഫേവറേറ്റ് കണ്ടസ്റ്റൻസിനെ ചൂസ് ചെയ്തു. ഇതിൽ നിന്ന് ഇവരുടെ ഒരു ഇൻട്രോ പറയലൊക്കെ ഉണ്ടായിരുന്നു. അവർക്ക് ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള അവരുടെ ഫാക്ടർ എന്താണ്, ഏറ്റവും വീക്ക് ആയിട്ടുള്ള ഫാക്ടർ എന്താണ്, അങ്ങനെയൊക്കെ പറയുന്ന കാര്യങ്ങളുണ്ടായിരുന്നു. ഇവരുടെ ഗെയിം ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഇവർക്കൊരു ഇൻഫിനിറ്റി പെൻഡന്റോട് കൂടിയിട്ടുള്ള ഒരു ചെയിൻ സെലക്റ്റഡ് എന്ന് പറഞ്ഞിട്ട് അവരുടെ കഴുത്തിൽ അണിയിക്കുകയുണ്ടായി. ഇതിൽ നിന്നും എവിക്റ്റ് ആയ, അതായത് ഈ അൺലക്കി ഫാക്ടർ കൊണ്ട് മാത്രം ഈ ചെറിയ ഗെയിമിൽ നിന്നും എവിക്റ്റ് ആയവരെ ഒരു ഡേഞ്ചറസ് സോണിലേക്ക്, ഔട്ട് ഹൗസ് എന്ന് പറഞ്ഞിട്ട് ഒരു സോണിലേക്ക് അവർ മാറ്റിയിരുത്തേണ്ടായി. അപ്പോൾ തന്നെ പറയുന്നുണ്ടായിരുന്നു, ഈ 20 പേര്, അതായത് 40 പേരിൽ നിന്ന് മൺചിത്രത്താഴ് ടാസ്കിൽ വന്ന് ലക്ക് ഇല്ലാത്തത് കൊണ്ട് മാത്രം, അല്ലെങ്കിൽ അവരുടെ ഒരു സമയം ഒന്ന് വൈകിയത് കൊണ്ട് മാത്രം അവരെ മാറ്റി നിർത്തപ്പെട്ട 20 പേര്, ഇവരുടെ ഡിസിഷൻ ഇനി എന്താവും എന്നുള്ളത് പെൻഡിങ്ങിലായിരുന്നു. എല്ലാവരും കൂടി പറഞ്ഞത് ഡിസൈഡ് ചെയ്തു. അങ്ങനെ ഒരു ഗെയിമിന്റെ പേരിൽ മാത്രം, ഒരു ലക്ക് പോയത് കൊണ്ട് മാത്രം അവരെ മാറ്റി നിർത്താതെ ഒരു ചാൻസ് കൂടി അവർക്ക് കൊടുക്കാമെന്നുള്ള തീരുമാനത്തിലെത്തി. മറ്റു മത്സരാർത്ഥികളും അത് ക്ലാപ്പ് ചെയ്ത് അതിന് ഓക്കെ പറയാനുണ്ടായത്. അങ്ങനെയുള്ള വളരെ രസകരമായിട്ടുള്ള സംഭവങ്ങളൊക്കെ കഴിഞ്ഞ ദിവസം അഗ്നിപരീക്ഷയിൽ നടന്നു കേട്ടോ. ഇപ്പോ കുറച്ച് ഈസി ആയിട്ട് ടാസ്ക് ആണ് അവർ കൊടുത്തിട്ടുള്ളത്. പക്ഷെ വരുന്ന എപ്പിസോഡിൽ, ഇനി ഇന്നൊക്കെ കാണാൻ പോകുന്ന എപ്പിസോഡിൽ തീർച്ചയായിട്ടും കുറച്ച് ടഫ് ആയിട്ടുള്ള കാര്യങ്ങൾ അവർക്ക് ഉൾപ്പെടുത്തുമായിരിക്കാം. അപ്പൊ അങ്ങനെ ബിഗ് ബോസിന്റെ ഒരു ചൂട് നമ്മളിലേക്ക് പതുക്കെ പകരാൻ തുടങ്ങിയപ്പോ ഞാൻ വീണ്ടും പറയുന്നു, സെക്കൻഡ് റൗണ്ട് ഓഡിഷൻ നടത്തി കഴിഞ്ഞു. ഇനി നമുക്ക് ഒരു സൂം ഓഡിഷൻ കോളല്ലേ വന്നുള്ളൂ, ഞങ്ങൾക്കൊരു കോള് വന്നില്ല എന്ന് വിഷമിച്ചിരിക്കുന്നവരുണ്ടെങ്കിൽ ഈ അഗ്നിപരീക്ഷയുടെ ഒരു തിരക്ക് ആയതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്കുള്ള ഫൈനൽ ഓഡിഷൻ കോൾ വരിക തന്നെ ചെയ്യും. വീണ്ടും പറയാനുള്ള ഇത്ര മാത്രമാണ്, നമുക്കൊരു സ്വപ്നമുണ്ടെങ്കിൽ അത് തീവ്രമായിട്ട് ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള ആഗ്രഹത്തോടു കൂടിയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പരിശ്രമവും നിങ്ങളുടെ ശുഭാപ്തി വിശ്വാസവും നിങ്ങളെ അവിടെ എത്തിക്കുക തന്നെ ചെയ്യും. പരിശ്രമത്തിന് നിങ്ങളുടെ കഠിനാധ്വാനം കൊണ്ട് മറികടക്കാൻ പറ്റാത്തതായിട്ട് ഒന്നുമില്ല. ഏറ്റവും വലിയൊരു ഉദാഹരണം നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന ഈ ഞാൻ തന്നെയാണ്. സാധാരണക്കാരിൽ നിന്ന് ഒരാളായിട്ട് പോയ ഞാൻ ശാലിനി എന്നതിനപ്പുറത്ത് ബിഗ് ബോസിലെ ശാലിനിയല്ലേ എന്ന് കുറച്ച് പേരെങ്കിലും ചോദിക്കുന്ന രീതിയിൽ ഒറ്റ ദിവസം കൊണ്ട് ലൈഫ് മാറി മറിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കും സാധിക്കും. തീർച്ചയായിട്ടും നിങ്ങൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുക. ഫൈനൽ ഓഡിഷൻ കോൾ നിങ്ങളെ കാത്തു വരിക തന്നെ ചെയ്യും.
കഴിഞ്ഞ ദിവസത്തെ ഞാൻ വീഡിയോയിൽ കുറച്ച് ടിപ്സ് പറഞ്ഞിട്ടുണ്ട്, അത് കയറി കാണുക. തീർച്ചയായിട്ടും ബിഗ് ബോസ് മലയാളം സീസൺ 8 നിങ്ങളുടെ മുൻപിലും ഈ വാതിൽ തുറക്കട്ടെ. തത്സമയം ശാലിനിയിലൂടെ ഞാൻ നിങ്ങളോടൊപ്പം തന്നെ ഉണ്ടായിരിക്കും. സ്റ്റേ ട്യൂൺ ടു തത്സമയം ശാലിനി. ദിസ് ഇസ് വിജയ ശാലിനി സൈനിങ് ഓഫ്.